ഹലോ ഗൈസ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഹണി റോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വ്യക്തിയെക്കുറിച്ചാണ് ഹണി റോസ് പറയുന്നത്. അതായത് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. അതായത് ഹണി റോസ് ഇവിടെ പറയാതെ പറയുന്നത് പ്രിയങ്കരനായ ബോച്ചയെക്കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ ബോച്ചയുടെ ഒരുപാട് ഇനോഗ്രേഷൻ പ്രോഗ്രാമുകളിൽ ഹണി റോസ് പങ്കെടുത്തിട്ടുണ്ട്. പല ഉദ്ഘാടന വേദികളിലും വെച്ചും ഒരു പക്ഷേ ഹണി റോസിനെ തരം താത്തി കാണിക്കുന്ന തരത്തിൽ തന്നെ ഓരോ വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോസ് നമുക്കിവിടെ പ്രേക്ഷകർക്കായിട്ട് നമുക്കിവിടെ കാണിച്ചു കൊടുക്കാം. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. അവർക്ക് ഈ ഇന്റർവ്യൂവിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി നിങ്ങളും കേട്ടിരിക്കുമല്ലോ. ഇത് തന്നെയാണ് ഹണി റോസും പറഞ്ഞിരിക്കുന്നത്. അതായത് പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്ഘാതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഹണി റോസ് കൃത്യമായി പറയുന്നു, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. പണമുണ്ടെങ്കിൽ ആർക്കും ആരെയും എന്തും വിളിച്ചു പറയാമെന്നുള്ള ആ ഒരു ഹുങ്ക് അത് ബോബി ചെമ്മണ്ണൂർക്കും വേണ്ട എന്ന് തന്നെയാണ് ഹണി റോസ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്.